my dear subscribers and lovely viewers. എത്ര സപ്ലിമെൻ്റ് എടുത്തിട്ടും അയൺ ഡെഫിഷ്യൻസി മാറുന്നില്ലേ? ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ചില പ്രോഡക്റ്റുകളായിരിക്കാം നിങ്ങളുടെ ഈ അയൺ ഡെഫിഷ്യൻസിക്ക് കാരണം. നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനും കാണുക. EDTA അഥവാ എത്തലീൻ ഡയമൈൻ ടെട്രാഅസറ്റിക് ആസിഡ് എന്നൊരു കെമിക്കലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രോഡക്ട്സിലും ഈ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. EDTA ഒരു കിലേറ്റിംഗ് ലിഗാൻഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മൾട്ടിപ്പിൾ ബൈൻഡിങ് സൈറ്റുകളുണ്ട്. അത് കാരണം നമ്മൾ കഴിക്കുന്ന അയൺ മൊത്തം EDTA ബൈൻഡ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി വരുന്നു. ഇനി എവിടെയാണ് ഈ EDTA ഉള്ളത് നമുക്ക് നോക്കാം. പേപ്പർ ഇൻഡസ്ട്രിയിൽ EDTA ഉപയോഗിക്കുന്നു, അതുപോലെ സാനിറ്റൈസേഴ്സിൽ, ഡിറ്റർജൻസിൽ ഒക്കെ EDTA ഉപയോഗിക്കുന്നു. ഇതൊരു ഫുഡ് പ്രിസർവേറ്റീവും കൂടിയാണ്, അതായത് ക്യാൻഡ് ഫുഡിൽ ഉപയോഗിക്കാറുണ്ട്, കോസ്മെറ്റിക്സിൽ ഉപയോഗിക്കാറുണ്ട്, അതായത് ഷാംപൂ, കണ്ടീഷണർ എക്സെട്ര. അതുപോലെ തന്നെ വാട്ടറിലെ കുറച്ച് ഹാംഫുൾ അയോൺസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും EDTA ഉപയോഗിക്കാറുണ്ട്. EDTA സ്മാൾ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പ്രൊലോങ്ഡ് എക്സ്പോഷർ ആണെങ്കിൽ പുള്ളിക്കാരൻ പ്രശ്നക്കാരനാണ്. ഓരോ ഹ്യൂമൻ ബോഡിയും വ്യത്യസ്തമാണ്. ചിലർക്കൊക്കെ ഇത് കാരണം പ്രശ്നം ഉണ്ടാവും, ചിലർക്ക് പ്രശ്നമേ ഉണ്ടാവില്ല. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് EDTA ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. ഇനി നമ്മുടെ ബോഡിയിൽ അയൺ കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ കേട്ടിട്ടുണ്ട് സ്പിനാച്ചിൽ, ബീട്രൂട്ടിൽ ഒക്കെ അയൺ ഉണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, കാരണം അതിൽ ഓക്സാലിക് ആസിഡ് കൂടിയുണ്ട്. ഓക്സാലിക് ആസിഡ് അയൺ അബ്സോർപ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്പിനാച്ചും ബീട്രൂട്ടൊക്കെ കഴിക്കുമ്പം ആക്ച്വലി നമുക്ക് അയൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഗ്രെയിൻസിൽ, ലെഗ്യൂംസിൽ, സീഡ്സിൽ ഒക്കെ ഫൈറ്റിക് ആസിഡ് ഉണ്ട്. അതും ഈ പറയുന്ന പോലെ അയൺ ഡെഫിഷ്യൻസിക്ക് കാരണമാകും. അതുപോലെ ടീയും കോഫിയും ഒക്കെ കഴിക്കുന്നത് അയൺ ഡെഫിഷ്യൻസിക്ക് കാരണമാകും. കുഞ്ഞു കുട്ടികൾക്ക് ടീ, കോഫി കൊടുക്കാനേ പാടില്ല. ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി അയൺ അബ്സോർപ്ഷൻ നടക്കുന്നത് ഹീം അയോൺ ആയിട്ടാണ്. എന്താണ് ഈ ഹീം അയൺ എന്ന് നമുക്ക് നോക്കാം. ഹീം അയൺ എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ്റെ കൂടെ ചേർന്ന് വരുന്ന അയണാണ്. ഞാൻ പറയുന്നത് നോൺ വെജ് ഫുഡിനെ പറ്റിയിട്ടാണ്. അനിമൽസിൻ്റെ ബ്ലഡ്, അതായത് അതിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ആ ഹീമോഗ്ലോബിനുള്ളിൽ അയൺ ഉണ്ടാവും. ഈ അയണാണ് ഹ്യൂമൻ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. നമുക്കെല്ലാവർക്കും അറിയാം, വീട്ടിൽ നോൺ വെജ് വാങ്ങിക്കുമ്പോഴത്തേക്കും അമ്മമാർ 2 മണിക്കൂർ അത് വെള്ളത്തിലിട്ടിരിക്കും. അതിൻ്റെ ഫുള്ള് ബ്ലഡ് കളഞ്ഞാലേ അവർക്കൊരു സമാധാനം കാണുള്ളൂ. പക്ഷേ ആക്ച്വലി അതിൽ പെർസിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബ്ലഡിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അയൺ കിട്ടാനുള്ള സാധ്യത. ഇനി നോൺ വെജ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാസ്റ്റ് അയൺ പാനിൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാലും മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. ഓക്കെ, ബൈ.